ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൽവൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീട്ടിലുള്ള ചില ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാരറ്റ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ്സൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത ക്യാരറ്റ്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ ക്യാരറ്റ്സ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നാൽ ഇത് ശരിക്കൊന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റ്സ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പൾപ്പോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ഇതുപോലെ തിക്കായി വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം. ഇത് കുറച്ചുകൂടി തിക്കാവാനുണ്ട്. ഇതിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സിൻ്റെ പീസസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഇത് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ട് ഉള്ളിൽ നന്നായിട്ട് നെയ്യോ ഓയിലോ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച ഹൽവൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാണ്, ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ലെവലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് സെറ്റായി കിട്ടുന്നവരെ പുറത്ത് വെക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഒക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ചട്ടകം വെച്ചിട്ട് ഇതൊന്ന് അടത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അടന്ന് കിട്ടും. നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഇത് അടത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കമത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഹൽവ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഹൽവൻ്റെ റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൽവൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ഹൽവ തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.